മോട്ടോർ വാഹന വകുപ്പിൽ ഒരു വിവാദം ഇങ്ങനെ തുടരുകയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി എത്തിയ വാഹനത്തിന് പിഴയിട്ട സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ. അടൂരിലെ MVI ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ നിയമവിരുദ്ധമാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഇന്നത്തെ വാഹന പരിശോധനകൾ പൂർണ്ണമായി ബഹിഷ്കരിച്ചു. കറുത്ത ബാഡ്ജ് ധരിച്ചാണ് ഉദ്യോഗസ്ഥർ ഇന്ന് ഡ്യൂട്ടി ചെയ്യുന്നത്. നടപടി പിൻവലിക്കും വരെ നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. അതേസമയം കറുത്ത ബാഡ്ജ് ധരിച്ച് ഡ്യൂട്ടി ചെയ്ത ഉദ്യോഗസ്ഥർക്ക് ഗതാഗത കമ്മീഷണർ മെമ്മോ നൽകി. എന്നാൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. MG പ്രതീഷ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഉദ്യോഗസ്ഥർ കടുപ്പിച്ചു തന്നെയാണ്. മന്ത്രിയും ഉദ്യോഗസ്ഥരും നേർക്കുനേർ നിന്ന് വാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു തലത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിട്ടുള്ളത്. അത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു വാഹനത്തിന് പിഴയിട്ട സംഭവത്തിൽ മന്ത്രിയുടെ അതൃപ്തി. പക്ഷേ ഉദ്യോഗസ്ഥർ പറയുന്നു ചട്ടങ്ങൾ ലംഘിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്, നടപടി പിൻവലിക്കണമെന്നുള്ളത്. അതിനവർ പലതരത്തിൽ പ്രതിഷേധവും അറിയിക്കുകയാണ്. അതിനെതിരെയും നടപടി ഉണ്ടാകുന്നു. കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ്? റോഷ്നി, ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വന്ന വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ പിഴയിട്ടത് വലിയ കുറ്റമായി, വലിയ തെറ്റായാണ് പ്രധാനമായും സർക്കാരും മോട്ടോർ വാഹന വകുപ്പും ഗതാഗത വകുപ്പും കാണുന്നത്. അതിന്റെ കൂടി ഭാഗമായാണ് ആ ഉദ്യോഗസ്ഥനെ തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. കാരണം ഈ MLA-മാരും മന്ത്രിമാരും ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അത്തരം വാഹനങ്ങൾ ആ ദുരന്ത സ്ഥലത്തെത്തിയത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥനിൽ നിന്ന് ഉണ്ടായത് ശരിയായ നടപടിയല്ല എന്നുള്ള വാദമാണ് ഗതാഗത മന്ത്രി ഇന്നും ആവർത്തിച്ചത്. പക്ഷേ ചട്ടപ്രകാരമുള്ള നടപടിയെടുത്ത ഉദ്യോഗസ്ഥനെ ശിക്ഷിച്ച ഒരു സർക്കാരിന്റെ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനമായും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവർ സംയുക്തമായി തന്നെ ആ അച്ചടക്ക നടപടി നേരിട്ട ഉദ്യോഗസ്ഥന് ഒപ്പം നിൽക്കുകയാണ്. അത് ആ ഉദ്യോഗസ്ഥന്റെ മനോവീര്യം തന്നെ തകർക്കുന്ന, അല്ലെങ്കിൽ ആ സേനയുടെ മനോവീര്യം തന്നെ തകർക്കുന്ന നടപടിയായി മാത്രമേ കാണാൻ കഴിയൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗുരുതരമായ നിയമലംഘനങ്ങൾ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്യേണ്ട അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം മാത്രമാണ് ചെയ്തത് എന്നതാണ് പ്രധാനമായും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടി, സസ്പെൻഷൻ പോലുള്ള നടപടികളിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു എന്നതാണ് പ്രധാനമായും ഉദ്യോഗസ്ഥർ പറയുന്നത്. അതാ ഈ പറയുന്നതിനപ്പുറം ഒരു പരസ്യമായ പ്രതിഷേധത്തിലേക്ക് കൂടി പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 22-ാം തീയതി ഈ ഗതാഗത കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ പ്രതിഷേധ ധർണ നടത്താനാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. അതിന് മുന്നോടിയായി ഇന്ന് ഒരു പ്രതിഷേധ ദിനം കൂടി ഉദ്യോഗസ്ഥർ ആചരിച്ചിട്ടുണ്ട്. കറുത്ത ബാഡ്ജ് ധരിച്ചാണ് ഇന്ന് ഉദ്യോഗസ്ഥർ ആ ജോലിക്ക് എത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ചെല്ലാൻ ഈടാക്കുന്ന നടപടിയിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വിട്ടുനിന്നു. സീറോ ചെല്ലാനിലേക്കാണ് ഇന്ന് പ്രധാനമായും പോയിട്ടുള്ളത്. അതായത് സർക്കാരിന് വലിയ വരുമാനം ലഭിക്കുന്ന ഒന്നാണ് AI ക്യാമറ വഴി പിഴ ഈടാക്കുക. പക്ഷേ ആ നടപടി ബഹിഷ്കരിച്ചതിലൂടെ സർക്കാരിനെ തന്നെ അവർ ഒരു പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം സർക്കാരിനെ അത്തരത്തിൽ അറിയിച്ചിരിക്കുന്നു എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ നടപടി സർക്കാരിന് വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഗതാഗത കമ്മീഷണർ ഒരു മുന്നറിയിപ്പായി ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്. അത് ആ ഉദ്യോഗസ്ഥരുടെ നടപടിയെ വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രതിഷേധങ്ങൾ, അതൃപ്തി ഉണ്ടെങ്കിൽ അത് അറിയിക്കേണ്ട ഇടം ഇങ്ങനെയല്ല, ഇത്തരത്തിൽ പരസ്യമായ പ്രതിഷേധത്തിലേക്കല്ല പോകേണ്ടത്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ രേഖാമൂലമോ അറിയിക്കണം എന്നതാണ് പ്രധാനമായും ഗതാഗത കമ്മീഷണർ ഇറക്കിയ സർക്കുലറിൽ പറയുന്നത്. മറിച്ചായാൽ അത് അച്ചടക്ക നടപടിയായി കണക്ക് കൂട്ടും എന്നുകൂടി ഒരു മുന്നറിയിപ്പ് ആ ഉത്തരവിലുണ്ട്. പക്ഷേ അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ആ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഗതാഗത കമ്മീഷണർ ഇറക്കിയ സർക്കുലറിനെ മുഖവിലയ്ക്ക് എടുക്കാതെ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം കൂടുതൽ കടുക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പിഴ ഈടാക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നതിനപ്പുറം ഡ്രൈവർ ഇല്ലാത്ത ഈ ഡ്യൂട്ടികളൊക്കെ തന്നെ ഈ ചെയ്യില്ല എന്നുള്ള ആ ഒരു നിലപാടിലേക്ക് കൂടി ആ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട്. അത്തരത്തിൽ സർക്കാരിനെതിരെ കടുത്ത ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആദ്യഘട്ടമെന്ന നിലയിലാണ് ഒരു മുന്നറിയിപ്പ് ഗതാഗത കമ്മീഷണർ നൽകിയിട്ടുള്ളത്. ഇനി ഇത്തരത്തിൽ പരസ്യ പ്രതിഷേധവുമായി പോയാൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഗതാഗത മന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആ ഉദ്യോഗസ്ഥനെ ന്യായീകരിക്കുകയല്ല, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരായി സംസാരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ആ വണ്ടിയുടെ നിയമലംഘനത്തെ, അത് ഒരു ഇത് രക്ഷാപ്രവർത്തനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ നിയമലംഘനത്തെ ന്യായീകരിക്കുകയാണ് ഗതാഗത മന്ത്രി കൂടി ഇന്ന് ചെയ്തിരിക്കുന്നത്.
യെസ്, രണ്ട് വാദങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സസ്പെൻഷൻ നടപടി അത് പിൻവലിക്കണമെന്നുള്ള ആവശ്യത്തിൽ MVD ഉറച്ചു നിൽക്കുമ്പോൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധത്തിനെതിരെ പോലും വകുപ്പാണ് നിൽക്കുകയാണ്. മന്ത്രി ഈ ഒരു നടപടി സ്വീകരിച്ചതിൽ അതൃപ്തി പറയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധം അംഗീകരിക്കില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട്.